ജി സുധാകരൻ എന്ന പേര് കേട്ടാൽ ഇന്ന് CPM-ന് നെഞ്ചെടുപ്പാണ്. പതിറ്റാണ്ടുകളോളം പാർട്ടിയെ തോളിലേറ്റിയ ആലപ്പുഴയുടെ ചുവപ്പൻ മണ്ണിൽ കമ്മ്യൂണിസത്തിന്റെയും വേരോട്ടമുറപ്പിച്ച ഒരു മുതിർന്ന നേതാവിനെ ഒടുവിലവർ എറിഞ്ഞുകൊടുത്തിരിക്കുന്നത് തെരുവിലെ ബാനറുകളിലേക്കും അധിക്ഷേപങ്ങളിലേക്കുമാണ്. സ്വന്തം വീടിന് മുന്നിൽ കുലം കുത്തി എന്ന ബോർഡ് കാണേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് പഴമക്കാർ പറയും. പക്ഷേ CPM-ന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാചകമേ ഇല്ല. അവർക്ക് പാർട്ടി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ പിന്നെ അവൻ വർഗവഞ്ചകനും കുലം കുത്തിയും ഒക്കെയാണ്. ജി സുധാകരനെതിരെ പുന്നപ്പറയിലെ വീടിന് മുന്നിലും പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരിക്കുകയാണ്. കുലം കുത്തിയെന്നും വർഗവഞ്ചകനെന്നും അധിക്ഷേപിച്ചുകൊണ്ടാണ് ബാനർ ഉയർന്നു കേൾക്കുന്നത്. കുലം കുത്തികളെക്കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്നാണ് ബാനറിലെ വാചകം. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ് ബാനർ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രതിഷേധം കണക്കിലെടുത്ത ജി സുധാകരന്റെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. CPM-മായി ഇടഞ്ഞ ജി സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല, ആരുടെയും പിന്തുണ വേണ്ട, ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, താൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞു എന്നും പാർട്ടി വിട്ടുവെന്നും ജി സുധാകരൻ പ്രഖ്യാപിക്കുകയായിരുന്നു. സുധാകരന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെ രാത്രിയിൽ ജി സുധാകരനെതിരെ ജന്മനാട്ടിൽ CPM പ്രകടനം നടത്തിയിരുന്നു. ചാരമൂട്ടിൽ നിന്നും കരിമുളയ്ക്കൽ ഭുവനേശ്വർ രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് പ്രകടനം നടന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ, ചാരമൂട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം അരങ്ങേറിയത്. 100 കണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. പുന്നപ്പറയിലെ വീടിന് മുന്നിൽ പോലീസ് കാവൽ നിൽക്കേണ്ടി വരുന്നത് ആരെ ഭയന്നാണ്? പുറത്തു നിന്നുമുള്ള ശത്രുക്കളെ മറിച്ച് കൂടി നിന്ന് സിന്ദാബാദ് വിളിച്ച സ്വന്തം അണികളെ ഭയന്ന്. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിൽ വന്ന ആ ബാനർ ഒരു സൂചനയാണ്. പാർട്ടിക്ക് വേണ്ടാത്തവരെ ആർക്കും കല്ലെറിയാം എന്ന പരസ്യമായ ആഹ്വാനം. കറിവേപ്പില പോലെ വലിച്ചെറിയുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കറിവേപ്പിലയാക്കി മാറ്റുക മാത്രമല്ല, ചവറ്റുകുട്ടയിലേക്ക് ചവിട്ടി അരയ്ക്കുന്ന ക്രൂരതയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുമെന്ന് സുധാകരൻ പറഞ്ഞത് വലിയ തെറ്റായിരിക്കാം. പക്ഷേ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നതിന് പകരം വ്യക്തിഹത്യയിലേക്കും തെറിവിളിയിലേക്കും തെരുവ് നാടകങ്ങളിലേക്കും കടക്കുന്നത് ഒരു കേഡർ പാർട്ടിക്ക് ചേർന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല എന്നും ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല എന്നും നെഞ്ചിൽ കൈവച്ച് പറയുന്ന സുധാകരനെതിരെയാണ് ഈ രാത്രി ചാരമൂട്ടിൽ പാർട്ടിക്കാർ പ്രകടനം നടത്തിയതും എന്ന് ഓർക്കണം. തലമുതിർന്ന നേതാക്കളെ എങ്ങനെ ആദരിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും ഈ പാർട്ടിക്ക് അറിയില്ല. EMS-ഉം നയനാരും വളർത്തിയെടുത്ത ആ പഴയ CPM അല്ല ഇത്. ഇത് പാർട്ടി എന്നാൽ ചിലരുടെ തന്നിഷ്ടമാണ്, ധാർഷ്ട്യമാണ്. ആ തന്നിഷ്ടത്തിന് വഴങ്ങാത്തവർക്ക് പടി ഇറങ്ങേണ്ടി വരും. ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും കുത്തുകയും ചെയ്യും. ജി സുധാകരൻ എന്ന വ്യക്തിയെയല്ല CPM ഇവിടെ അവഹേളിക്കുന്നത്, മറിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ വിഭാഗം പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ പോലും ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ഈ കുലം കുത്തി പ്രയോഗം കേരളം ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. അന്നത് VS-നെതിരെ ആയിരുന്നു, ഇന്ന് സുധാകരനെതിരെയാണെന്ന് മാത്രം. നാളെ അത് ആർക്കെതിരെയാകും എന്ന ചോദ്യം ബാക്കിയാവുന്നു. പാർട്ടിയെ വിഴുങ്ങുന്ന ഈ അഹങ്കാരത്തിന് കാലം മറുപടി നൽകും. കാരണം ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. നേതാക്കളെ ചെളിവാരി എറിഞ്ഞാൽ ആ ചെളി തിരിച്ചു തെറിക്കുന്നത് സ്വന്തം മുഖത്തേക്കാണെന്ന് CPIM നേതൃത്വം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.